ആണോ ശരത്തെ? സത്യമാണോ? സത്യം പ്രേമിച്ചി. ആരുമില്ലാത്ത അനാഥനായ ശരത്തിന് ഇത്രയും പ്രബലയായ ഒരു അമ്മയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടില്ല. ഏതായാലും അമ്മ വന്നത് നന്നായി. അതെ, അവളുടെ കരണത്ത് കിട്ടിയ അടിയായി. കരണത്ത് കിട്ടിയ അടിയല്ല പ്രേമിച്ചി, നെറുകന്തലയിൽ പതിച്ച വെള്ളിടി. ഇതിനാണ് മോനെ ദൈവം ഉണ്ടെന്ന് പറയുന്നേ. എന്നാലും ഒരാളുടെ മരണത്തിനൊക്കെ കാരണക്കാരിയാവോന്ന് പറഞ്ഞാല് ഓ എടി ഭയങ്കരേ. സത്യത്തിൽ എനിക്കിപ്പോഴും എന്റെ ചേട്ടൻ ശ്രാവണിന്റെ മരണം വെറും ഒരു ആത്മഹത്യ മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ദേവികയെ അവളെ അച്ഛനും ചേർന്ന് ഒന്ന് കെട്ടിത്തൂക്കിയതാണോ? അയ്യോ, അതിനും മടിക്കില്ലേ ചേച്ചി അവര്? മോനെ, ദൈവം അതും തെളിയിച്ചിരിക്കും. ദൈവം തെളിയിച്ചില്ലെങ്കിൽ ശരത്ത് തെളിയിക്കും. പക്ഷേ അതല്ല കഷ്ടം. ദേവിക കത്തിച്ചു വെച്ച കൊടുംചതിയുടെ വിളക്കിന്റെ നാളത്തിലേക്ക് വന്ന് വീണ് ആ കത്തിക്കരിഞ്ഞു പോയത് എന്റെ ചേട്ടൻ. പിന്നെ ഞാൻ സഹോദര തുല്യനായി കണ്ട സുധി സാറ്, അടുത്തത് സിദ്ധാർത്ഥൻ സാറ്, പ്രേമേച്ചിയുടെ സിദ്ധു. അയ്യോ, അതാണ് സത്യം പ്രേമേച്ചി. പ്രേമേച്ചി ഒന്ന് ചിന്തിച്ചേ. തളർന്നുപോയ ഭർത്താവിനെ പരിചരിക്കാനുള്ള മടി കൊണ്ട് ആ പാവത്തിന് ഹൃദയം വിറ്റവളാ അവള്. ഇവിടെ ഞാനോ മരണം വരെ നിത്യക്കുട്ടി നോക്കാൻ ഞാൻ അടുത്തിരിക്കുന്നു. അതാ മോനെ മനസ്സിന്റെ നന്മ. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് തിരിച്ചറിയാൻ ഒരുപാട് താമസിക്കും. പ്രേമേച്ചി, ഞാൻ അമ്മയെ യാത്രയാക്കിയിട്ട് വിശദമായിട്ട് വിളിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ സിദ്ധാർത്ഥ സാറിനെ ഈ ദേവിക എന്ന കിനാവള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. വേണം വേണം. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും. പിന്നെ ശരത്ത് എന്റെ കൂടെ നിന്നാ മതി. ഞാനുണ്ട് പ്രേമേച്ചി. ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. എന്റെ ചേട്ടനെ ഇല്ലാതാക്കിയവളെ ഞാൻ വെറുതെ വിടുവോ? ശരി, ഞാൻ വിളിക്കാം. ശരി മോനെ. എന്റെ ദേവിക കരയുന്നതിനാ? ഞാൻ മനസ്സാവാച അറിയാത്തൊരു കാര്യം. മരിച്ചുപോയ എന്റെ അച്ഛൻ പോലും ഈ ഒരാളെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല സിദ്ധു. ശ്രാവൺ, ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. അയാൾ എന്നെ കല്യാണം ആലോചിച്ച് വന്നതും എനിക്കറിയത്തൂടിയില്ല. ദേവിക ഇങ്ങനെ സങ്കടപ്പെടാതെ. കുറച്ച് വൈകിയാണെങ്കിലും സത്യം എല്ലാവർക്കും മനസ്സിലാവും. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി കഴിയുന്ന എനിക്കതാ പേടി. എന്താണ് സിദ്ധു ഒരു അനുശോചന പ്രമേയം? ഞാൻ വിളിക്കാം. എന്താ ചേച്ചി? അയ്യോ, എനിക്ക് എന്തോന്ന്. പുതിയ പുതിയ വിശേഷങ്ങൾ മുഴുവൻ നിന്റെ പ്രേമഭാജനത്തിനല്ലേ? എന്തായാലും നാട്ടുകാരുടെ തലയെടുപ്പ് ഉത്സവത്തിന് അവള് കൊടിയേറ്റ് നടത്തിയത് ആ പാവ ശരത്തിന്റെ ഏട്ടന്റെ തലയെടുത്തോണ്ടായിരുന്നല്ലോ. ചേച്ചി ചുമ്മാ കേട്ടറിവ് വെച്ച് ഇവിടെ കിടന്ന് തുള്ളരുത്. അയ്യോ ഇല്ലേ, നിന്റെ മുമ്പിൽ തുള്ളുന്നതും പൊട്ടന്റെ മുമ്പിൽ ശംഖൂതുന്നതും ചിലങ്ക് കെട്ടി ആടുന്നതും ഒക്കെ ഒരേപോലെയാണെന്ന് പ്രേമയ്ക്ക് അറിയാവേ. എന്നാലും പുത്തൻ വിശേഷം ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് വരാം.